ഈരാറ്റുപേട്ട നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണം ഇന്നു മുതൽ കർശനമാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ അറിയിച്ചു. കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ടൗണിൽ പുതുതായി ബാരിക്കേഡുകൾ സ്ഥാപിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 1 തീയതി വെള്ളിയാഴ്ച മുതൽ നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈരാറ്റുപേട്ടയിലെ ട്രാഫിക്കിന്റെ ഒരു പ്രശ്നം കുറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. കഴിഞ്ഞ ഭരണസമിതി ഒരു വർഷം മുമ്പ് കുരിക്കൽ നഗർ ഭാഗത്ത് കുറെ ട്രാഫിക് പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നു. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു. അന്ന് സ്ഥാപിച്ച ഡിവൈഡറുകൾ വളരെ കൃത്യമായി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് കുറെ ട്രാഫിക് ബ്ലോക്കുകൾ മാറി ഗതാഗതം സുഗമമായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ മാർക്കറ്റ് റോഡിൽ നിന്നും നഗരസഭ റോഡിൽ നിന്നുമുള്ള മെയിൻ റോഡിലേക്കുള്ള എൻട്രൻസ്, കുരിക്കൽ നഗറിലേക്കുള്ള എൻട്രൻസ് നിരോധിച്ചുകൊണ്ട് അന്ന് വൺ വേ സിസ്റ്റം വെച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഡിവൈഡറിന്റെ രണ്ട് എഡ്ജിലും യു ടേൺ പാടില്ല എന്നുള്ള ഒരു പരിഷ്കാരം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ അടുത്ത നാളിൽ അത് വീണ്ടും ഡിസോർഡറായി. അത് കൃത്യമായി ഒന്നും കൂടെ ട്രാക്കിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നഗരസഭാ ഭരണസമിതി പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം കൂടിയ ട്രാഫിക് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അതനുസരിച്ച് യാതൊരു മാറ്റവുമില്ലാതെ കഴിഞ്ഞ വർഷം എടുത്ത അതേ ട്രാഫിക് തീരുമാനങ്ങൾ തന്നെയാണ് ഇത്തവണയും നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ വളരെ കർശനമായി ഇക്കാര്യത്തിൽ നഗരസഭ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മുതൽ മാർക്കറ്റ് റോഡിൽ നിന്നും മുനിസിപ്പൽ ഓഫീസ് റോഡിൽ നിന്നും കുരിക്കൽ നഗറിലേക്ക് എൻട്രൻസ് ഉണ്ടായിരിക്കില്ല. അവിടെ നോ എൻട്രി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുരിക്കൽ നഗർ ഭാഗത്ത് PWD ഹൈവേയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിവൈഡറിന്റെ രണ്ട് എഡ്ജിലൂടെയും യു ടേൺ പാടില്ല എന്നുള്ള കൃത്യമായ കർശനമായ ഒരു നിയമം കൂടി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതിന് ഈ വരുന്ന 1 തീയതി, അതായത് വരുന്ന വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ അത് കൃത്യമായി അതിന്റെ ട്രാഫിക് റൂള് കൃത്യമായി അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതായത് CC ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറ മുനിസിപ്പൽ ഓഫീസിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും കണക്ട് ചെയ്തിരിക്കുകയാണ്. 1 തീയതി മുതൽ ഈ പറയപ്പെട്ട 3 കാര്യങ്ങളിൽ ട്രാഫിക് വയലേഷൻ കാണിക്കുന്ന എല്ലാവർക്കും സ്ട്രിക്റ്റ് ആയിട്ടും ഫൈൻ വരും എന്ന കാര്യം കൂടി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് രാവിലെ ഈ ഡിവൈഡർ സ്ഥാപിച്ചതിന് ശേഷം ഇവിടെ മുനിസിപ്പൽ കൗൺസിലർമാരും വിവിധ പ്രതിനിധികളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് 1 തീയതി മുതൽ, ഇന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നു. പക്ഷേ വരുന്ന വെള്ളിയാഴ്ച മുതൽ ഈ ട്രാഫിക് വയലേഷൻ വരുത്തുന്ന ആളുകളുടെ വാഹനങ്ങൾ നമ്പർ ചേസ് ചെയ്ത് അത് ആ വാഹന ഉടമയ്ക്കെതിരെ കൃത്യമായ പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, ഈരാറ്റുപേട്ടയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് കുരിക്കൽ നഗർ ഭാഗത്താണ്. അപ്പോൾ മാർക്കറ്റ് റോഡിൽ നിന്ന് വാഹനം ഇറങ്ങാതെ അവിടെ നോ എൻട്രി ആണെങ്കിൽ ഇവിടെ വാഹനം ഇതിലെ വന്ന് യു ടേൺ അടിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ നൈനാർ പള്ളിയുടെയും പുളിക്കൻസ് മാളിന്റെയും മുൻവശത്തുകൂടിയുള്ള ആ ഡിവൈഡറിന്റെ എഡ്ജ് ഭാഗത്തും യു ടേൺ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ഈ പ്രദേശത്തുള്ള ട്രാഫിക് കൺജഷൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷെ നമുക്കറിയാം, ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഇത്രയും തിക്കായിട്ടുള്ള ഒരു ഏരിയ ആകുമ്പോഴത്തേക്കും എന്നാൽ റോഡിന്റെ വീതി കുറവാണ്. ഇവിടെ ട്രാഫിക് യൂണിറ്റ് വന്ന് കൃത്യമായി പോലീസിനെ വിന്യസിച്ച് ആ രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരമാകാൻ കഴിയുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെന്റിലേക്ക് പല പ്രാവശ്യം ഇതിനു മുമ്പും ട്രാഫിക് യൂണിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടി, ഒരു കൺട്രോൾ യൂണിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടി ആവശ്യങ്ങൾ നിരവധിയായി തവണ പോയെങ്കിലും ഇതുവരെയും അനുവദിച്ചു കിട്ടിയിട്ടില്ല. പുതിയ ഭരണസമിതി അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തി അത് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രയത്നം നടത്തുമെന്ന് കൂടി അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, മറ്റ് പട്ടണങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ ടൗണിലൂടെയുള്ള യാത്ര പരമാവധി ദൂരയാത്രക്കാർക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൈപ്പാസ് റോഡുകളും റിംഗ് റോഡുകളും നമുക്കറിയാം. ഈരാറ്റുപേട്ടയിലെ 2 സൈഡിലൂടെയും മീനച്ചിലാർ ഒഴുകുന്നു. ഈ 2 ആറുകളുടെയും തീരത്ത് നമുക്ക് ഗതാഗത സൗകര്യത്തിന് വേണ്ടിയുള്ള റിംഗ് റോഡുകളും ബൈപ്പാസ് റോഡുകളും സ്ഥാപിക്കുന്നതിന് വേണ്ടി, റിവർ വ്യൂ റോഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഫണ്ട് കണ്ടെത്തി അത്തരത്തിലുള്ള വികസനങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ട്രാഫിക്കിന്റെ കൃത്യമായ ഒരു പരിഹാരമാവുകയുള്ളൂ. ഏതായാലും താൽക്കാലികമായി ഈ ടൗണിലെ ഒരു പെട്ടെന്നുള്ള കൺജഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പരിഷ്കാരം വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെയ്ത
ഭരണസമിതി ചെയ്ത അതേ പരിഷ്കാരം തന്നെയാണ്. അത് കൃത്യമായി അതൊന്ന് ഓർഡർ ആക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ രീതിയിലേക്ക് ഒന്നുകൂടെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ്, അവിടെ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതാണ്. അവിടെ ആ ബസ് സ്റ്റോപ്പും അവിടെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളതാണ്. ആ കാര്യം കൂടി ബസ് ഓണേഴ്സ് ശ്രദ്ധിക്കണം. ബസ് ഓണേഴ്സിന്റെ മീറ്റിംഗ് വരുന്ന ദിവസം തന്നെ നഗരസഭാ ഓഫീസിൽ ചേരുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു.